ശ്രീ രാജു അബ്രഹാം, ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ചു വന്നത്, അതായത് ഇന്ന് ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൊടുത്തിരുന്നു. സംസ്ഥാനത്തൊരു മുഴുവൻ സമയ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയില്ല, അധിക ചുമതലയിലാണ് റവന്യൂ വകുപ്പിന് അത് പോരാ. ഈ കാര്യങ്ങളെയൊക്കെ ഏകോപിപ്പിക്കേണ്ട വകുപ്പാണ്. അതുപോലെ തന്നെ ഒരു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടാവേണ്ടതുണ്ട്. നന്നായി അറിയുന്നയാളാണല്ലോ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് താങ്കൾ. അതുപോലെ ദുരന്ത നിവാരണ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയെ നിയമിച്ചത് ഓഗസ്റ്റ് 4-നാണ്. ഈ അതിതീവ്ര മഴ പെയ്തത് 1-2 തീയതികളിലാണ്. കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നത് ജൂലൈ മാസം 31 വൈകിട്ട് 3-നാണ്. സ്പെഷ്യൽ സെക്രട്ടറി വരുന്നത് ഓഗസ്റ്റ് 4-ന്. മഴയും കഴിഞ്ഞിട്ടാണ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ വരവ്. അതുപോലെ 6 ജില്ലകളിൽ ഡെപ്യൂട്ടി കളക്ടർമാരില്ല. ഈ ജില്ലകളിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്ന ചുമതല വരുന്നത് ഡെപ്യൂട്ടി കളക്ടർമാരിലേക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, അതുപോലെ തന്നെ താഴോട്ട് ജീവനക്കാരുടെ സ്ഥലം മാറ്റം, അതിൽ തന്നെയും റവന്യൂ വകുപ്പിൽ ചെയ്തതുണ്ടാക്കിയ അപാകതകൾ ഈ ഏകോപന പ്രവർത്തനങ്ങളെ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചോ? കെ രാജൻ, മുൻ റവന്യൂ മന്ത്രി, ഇന്നലെ പറഞ്ഞത് പത്തനംതിട്ട ജില്ലയിൽ നോക്കിയാൽ 13 വില്ലേജ് ഓഫീസർമാരെയാണ് സ്ഥലം മാറ്റിയത്. അവരെ എടുത്ത് ഏറ്റവും അടുപ്പത്തിൽ പത്തനംതിട്ടയിലെ ഏതെങ്കിലും തൊട്ടടുത്ത വില്ലേജിലേക്കായിരിക്കത്തില്ല മാറ്റിയിരിക്കുന്നതെന്ന് സാമാന്യേന നമുക്ക് ഊഹിക്കാം. ഭരണം മാറ്റത്തിൻ്റെ ഭാഗമായി വരുന്നതാണല്ലോ. അതുപോലെ ആകെ 117 റവന്യൂ ജീവനക്കാരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന ഇക്കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടാകാം. ഈ പ്രശ്നങ്ങളൊക്കെ പത്തനംതിട്ടയിൽ പ്രളയകാലത്തേതുപോലെയുള്ള വളരെ ഗുരുതരമായൊരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ അവസ്ഥയിൽ എത്തിക്കുന്നതിന് ഇത്തരം കാര്യങ്ങൾ ശല്യം ചെയ്തിട്ടുണ്ടോ, ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ? പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം വൈരാഗ്യപൂർണമായ, തികച്ചും രാഷ്ട്രീയ വിദ്വേഷം വെച്ച് പുലർത്തുന്ന സ്ഥലമാറ്റങ്ങളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു സ്ഥലമാറ്റം അടുത്ത സന്ദർഭത്തിൽ എവിടെയും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. സാധാരണഗതി നമുക്കറിയാം, LDF ഗവൺമെൻറ് വന്നു. ആ LDF ഗവൺമെൻറ് വന്നപ്പോൾ നോംസാണ് കൊണ്ടുവന്നത്. അപ്പോൾ NGO അസോസിയേഷൻ ആണെങ്കിലും NGO യൂണിയൻ ആണെങ്കിലും ജോയിൻറ്റ് കൗൺസിൽ ആണെങ്കിലും ആ നോംസിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം ഉണ്ടായത്. അതുകൊണ്ട് എന്താ, പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഇത്തരം മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലിരുന്ന് വളരെ കൃത്യനിഷ്ഠയോടെ, വളരെ അച്ചടക്കത്തോടെ, പരാതിക്കിടവരാത്ത രൂപത്തിൽ ക്രൈസിസിനെ മാനേജ് ചെയ്തു. അപ്പോൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് സംവിധാനം പൊളിഞ്ഞു. അതാണ് ഇന്ന് വ്യാപകമായ പരാതി ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ വരാൻ വൈകിയത് തന്നെ ഞാൻ തിരുവല്ലയിലെ വിവിധ ക്യാമ്പുകളിലായിരുന്നു. കാരണം അവിടെ നല്ല ആളുകൾ വിളിക്കുകയാണ്. ഞാൻ ഏറ്റവും ഒടുവിൽ ഇന്ന് എനിക്ക് തോന്നുന്നു തിരുവല്ലയിൽ മാത്രം 5000-ലധികം ആളുകൾ ക്യാമ്പുകളിലുണ്ട്. സ്റ്റേറ്റിൽ എത്രയോ ആളുകൾ ക്യാമ്പിൽ, കാരണം ആ ഭൂപ്രദേശം മുഴുവൻ വെള്ളത്തിലാണ്. അപ്പർ കുട്ടനാട്, അതിനപ്പുറം ആലപ്പുഴ ജില്ലയുടെ ഭാഗങ്ങളിൽ അതിൻ്റെ ബാക്കിയാണ്. കുട്ടനാടിൻ്റെ കാര്യം പറയുകയും വേണ്ട. ഇന്നലെ അവിടുത്തെ MLA റജി ചെറിയാൻ എന്നോടൊപ്പം ഒരു ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെ വളരെ അപൂർവ സ്ഥലങ്ങളിലെ ആളുകൾക്ക് ബാക്കി മുഴുവൻ വെള്ളത്തിലാണ്. അപ്പം അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിൽ ഇതിലപ്പുറമുള്ള വെള്ളപ്പൊക്കം വന്നിട്ട് നമ്മളെങ്ങനെ അതിനെ അതിജീവിച്ചു? അവിടെയാണ് ഇപ്പോൾ എച്ചലാം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ പ്രസക്തി വരുന്ന. അവിടെയാണ് പ്രദേശം അറിയണം. ഇപ്പോൾ ഞങ്ങൾ 2018 വെള്ളപ്പൊക്കത്തിൽ ആദ്യം ചെയ്ത നടപടി, മുമ്പ് ഉണ്ടായിരുന്ന ജില്ലാ കളക്ടർ തിരുവനന്തപുരത്ത് നിന്ന് ഒറ്റ മണിക്കൂറുകൾക്കുള്ളിൽ പത്തനംതിട്ട എത്തിച്ചു. ശരിക്കും 2 ഉദ്യോഗസ്ഥന്മാരാണ് തലപ്പത്ത് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചത്. അതിന് താഴെയുള്ള ഡെപ്യൂട്ടി കളക്ടർമാർ. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ സംവിധാനം നോക്കുമ്പോൾ വളരെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ആദ്യമായി അവർ ചെയ്യുകയാണ്. കാരണം 2018 മുമ്പ് ഒരു വെള്ളപ്പൊക്കം ഇല്ല. 2003-ലാണ്, 2003-ലും 2009-ലുമാണ് 2018-ൻ്റെ വളരെ താഴെയുള്ള ഒരു വെള്ളപ്പൊക്കം വന്നിട്ടുള്ളത്. പിന്നെ 100 വർഷത്തിനപ്പുറം 24-ലെ വെള്ളപ്പൊക്കമാണ് അതിനു മുമ്പ് വന്നിട്ടുള്ളത്. അപ്പം ആദ്യമായി ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ പോലും കുറ്റമറ്റ രൂപത്തിൽ അവർക്കത് നിർവഹിക്കാൻ കഴിഞ്ഞത് ആ ഭൂപ്രദേശത്തോടുള്ള പരിചയവും അവർക്കുള്ള ആ ആത്മാർത്ഥതയും എല്ലാം വെച്ചുകൊണ്ടാണ്. അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പം ഞാൻ 1 മാസം മുമ്പ് CPM ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതാണ്. നിങ്ങൾ വില്ലേജ് ഓഫീസർമാരെ നിയമിക്കണം. വില്ലേജ് ഓഫീസിൽ പല വില്ലേജ് ഓഫീസിലും വില്ലേജ് ഓഫീസർമാരില്ല, അവരെല്ലാം മാറ്റി.
പകരം ആളിനെ വെച്ചോ? വെച്ചില്ല. അപ്പം ഇത് ഇത്തരം ഒരു ഘട്ടത്തിൽ ഇത് മാറ്റാമോ? അവിടെയാണ് മുൻ റവന്യൂ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രസക്തി വരുന്നത്. നിങ്ങൾ ഓഗസ്റ്റിന് ശേഷം മാറ്റൂ. കാരണം വില്ലേജ് ഓഫീസർമാർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഞാൻ അയിരൂർ പഞ്ചായത്തിലെ ഒരു പ്രദേശം, അവർ ക്യാമ്പിൽ പോകുന്നില്ല. കാരണം ഇന്ന് വെള്ളപ്പൊക്കം നേരിടുന്നതിൽ പകുതി ആളുകൾ പോലും ക്യാമ്പിൽ പോയിട്ടില്ല. കാരണം ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. 319 പേരുള്ള ഒരു ക്യാമ്പിൽ ആകെ ഉള്ളത് 2 ടോയ്ലറ്റാണ്. 2 ടോയ്ലറ്റ് എന്ന് വെച്ചാൽ ഒരു ടോയ്ലറ്റ് 155 ആളുകൾക്ക് ഉപയോഗിക്കണം ശരാശരി. അപ്പോൾ എങ്ങനെ നമുക്ക് അവിടെ സർവേ ചെയ്യാൻ പറ്റും? ആളുകൾ ഭയപ്പെടുകയാണ് ക്യാമ്പിൽ പോകാൻ. അവിടുത്തെ സൗകര്യങ്ങൾ, അവർക്ക് വലിയ AC സൗകര്യങ്ങളോ അല്ലെങ്കിൽ വലിയ പട്ടുമത്തയോ ഒന്നും വേണമെന്നില്ല. അവർക്ക് പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളാണ് വേണ്ടത്. 10% ക്യാമ്പ് സ്ഥലങ്ങളിൽ മാത്രമേ ആ സൗകര്യങ്ങളുള്ളൂ. അപ്പോൾ എന്ത് വേണം? മിനിറ്റ് വെച്ച് നമുക്ക് ബയോ ടോയ്ലറ്റ് ഉണ്ടാവണം. ഉണ്ടായിട്ടുണ്ടല്ലോ ഇവിടെ. ഇന്ന് ഞാൻ ഇത് സംബന്ധിച്ച സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പണായിട്ട് ഇറക്കിയതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതുകൊണ്ടാവാം, അല്ലെ കോൺഗ്രസ് പാർട്ടി പറഞ്ഞതുകൊണ്ടാവാം, നല്ല കാര്യം, ബയോ ടോയ്ലറ്റ് നൽകുമെന്ന് പറഞ്ഞു. ഞാനിപ്പം കടന്നു വരുന്ന തിരുവല്ലയിലാണ്. തിരുവല്ലയിലെ ഒരു സ്ഥലത്ത് MGM 550-ലധികം ആളുകളാണ് ഒരു സ്കൂളിലുള്ളത്. ഒരു ബയോ ടോയ്ലറ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നീതീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങളല്ല. അപ്പോൾ ഇതിൻ്റെ പർച്ചേസ് അല്ലെങ്കിൽ ഇതെവിടേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അവിടെ സ്റ്റോക്കുണ്ടോ? ശബരിമലയിൽ നമ്മൾ ബയോ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതാണ്. അവിടെ വച്ചിരിക്കുന്ന സാധനം എങ്ങനെ പെട്ടെന്ന് ഇത് വിന്യസിക്കാൻ പറ്റും? ഇതെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ വിന്യസിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും രാഷ്ട്രീയമല്ല. ഇത് ആളുകളുടെ ആ വലിയ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള കേവലം എളിയ നിർദ്ദേശങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാമ്പിൽ പോകാത്ത ആളുകൾ, അപ്പം മുൻകാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ചെയ്തത്? 5-ൽ കൂടുതൽ ആളുകൾ എവിടെയെല്ലാം തങ്ങുന്നുണ്ടോ, താമസിക്കുന്നുണ്ടോ, അവർക്ക് ഒരു പ്രോജക്റ്റിൻ്റെ പേര് ക്രൈവൺ പ്രോജക്റ്റ്, അങ്ങനെയാണ് ആ പ്രോജക്റ്റിൻ്റെ പേരെന്ന് തോന്നുന്നു, അവരെ ഔദ്യോഗിക ക്യാമ്പായിട്ട് അംഗീകരിക്കും. അങ്ങനെയാണത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ തിരുവല്ലയിലെത്തിയപ്പോൾ ഇക്കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത് ചെയ്തുകൂടെ എന്ന് ജില്ലാ കളക്ടറോട് അദ്ദേഹം ചോദിച്ചു എന്നാണ് അറിയുന്നത്. പ്രശ്നം എവിടെയാണ്? പ്രശ്നം വാക്കാൽ പറഞ്ഞാൽ അവർ മനസ്സോടുകൂടി ചെയ്യത്തില്ല. കാരണം ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറങ്ങിയില്ലെങ്കിൽ അതിന് പിന്നീട് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ മാറി നിൽക്കുകയാണ്. ഇതെല്ലാം ജില്ലാ കളക്ടർമാരുടെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിട്ടുള്ളത്. പ്രസ്താവനയെ നമ്മൾ സ്വാഗതം ചെയ്തു. പക്ഷേ ജില്ലാ കളക്ടർമാരുടെ തലയിൽ വെച്ച് മാറാൻ പറ്റുമോ? കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി മിനിറ്റ് വെച്ച്, സെക്കൻഡ് വെച്ച് ചിലപ്പോൾ നിർദ്ദേശങ്ങൾ ഉത്തരവുകൾ ഇറക്കേണ്ടി വരും, സർക്കുലർ ഇറക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ വെട്ടിലാവും. കാരണം ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ മുടക്കുന്ന പണം അവർ മുടക്കേണ്ടി വരും. അപ്പം ഞാൻ ഇത് ചിലയിടത്ത് അരിയുണ്ട്, പച്ചക്കറിയുണ്ട്, പലവ്യഞ്ജനയില്ല. ഇപ്പം ഇന്ന് ചെന്നിടത്ത് കുറേയിടത്ത് ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. നല്ല കാര്യം. 5-ാം ദിവസമാണ്. 1-ാം ദിവസം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ 1-ാം ദിവസം ചെയ്യാൻ പറ്റിയില്ല, 2-ാം ദിവസം ഇത് ചെയ്യണ്ടേ? ആളുകൾ നരകയാതന അനുഭവിക്കുകയല്ലേ? അതുകൊണ്ടെന്താ, ഭക്ഷണം ഇല്ലാത്ത ക്യാമ്പുകളിൽ ഇന്ന് ഞങ്ങൾ ചെന്നു, ഭക്ഷണം കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ മോശപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അവരാ പരാതി പറയുകയാണ്, ഭക്ഷണമെങ്കിലും മിനിമം കൊടുക്കണ്ടേ? അപ്പോൾ അതിന് ക്യാമ്പുകളിൽ വരുന്ന ഭക്ഷണമല്ല, നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ആളുകൾക്ക് അത് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം വേണം. 2, ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിരിക്കുന്ന ഫണ്ട് ഏതൊക്കെ കാര്യത്തിന് വിനിയോഗിക്കാം? വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വാക്ക് പറഞ്ഞതുകൊണ്ടാണ് ഇവർ മടിച്ചു നിൽക്കുന്നത്. പലരും മടിച്ചു നിൽക്കുകയാണ്. എന്നാലും ചെയ്യുന്നുണ്ട്, ജില്ലാ കളക്ടർമാരൊക്കെ അത് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റേറ്റിലുടനീളം. പക്ഷേ അത് പോരാ. അപ്പോൾ അവർക്ക് സ്റ്റാൻഡിങ് ഒരു വിശ്വാസം വേണം. അതുകൊണ്ടാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങളെ നേരിട്ടിട്ടുള്ള, ഈ ക്രൈസിസ് മാനേജ് ചെയ്തിട്ടുള്ള ആളുകളെ കൃത്യമായി വിന്യസിച്ച് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. 3 ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളിടത്ത് പോകാൻ ഞങ്ങൾക്കൊരു തടസ്സവുമില്ല, എങ്ങനെ പോകാം, അതിനും തടസ്സമില്ല. പക്ഷേ ഇതുപോലെ വലിയൊരു ക്രൈസിസ് വരുമ്പോൾ മുഖ്യമന്ത്രി ഇതിന് നേരിട്ട് മിനിറ്റ് വെച്ച് ഇടപെടുക, നിർദ്ദേശം കൊടുക്കുക, അതിൻ്റെ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഇറക്കുക, ഇതെല്ലാം ചെയ്യണം. അത് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഫലമാണ് 5-ാം ദിവസവും ഈ പരിതാപകരമായ അവസ്ഥ ചിലയിടത്ത് ഭേദമായിട്ടുണ്ട്. എല്ലാം പൂർണ്ണമായും ഒന്നും പരാജയമാണെന്ന് ഞാൻ പറയത്തില്ല.
കുറേയിടത്ത് ഭേദമായി. പക്ഷേ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും പരാതികൾ മുഴച്ചു നിൽക്കുകയാണ്. ശരി ശരി. ഇനി 6-ാം ദിവസം അത് മാറ്റണം, ദയവ് ചെയ്ത് മാറ്റണം. ഇന്നിപ്പോൾ റെഡ് അലേർട്ട് വന്നിരിക്കുകയാണ്. വീണ്ടും ഇന്ന് റെഡ് അലേർട്ട് പ്രതികൂലമായി ബാധിച്ചാൽ നിറഞ്ഞു കിടക്കുന്ന പുഴകളും പാടശേഖരങ്ങളും റോഡിലുമാക്കും. നമ്മുടെ അത് ഒരുപക്ഷെ 2018 സമാനമായ നിലയിലേക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ വരാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്. വരാതിരിക്കട്ടെ. അപ്പോൾ ഇതാണ് പ്രധാനമായും ഗവൺമെൻറ് ശ്രദ്ധ വെക്കേണ്ട കാര്യങ്ങൾ.